ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നോക്കിക്കേ, ഈ അവൽ വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അവൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റി ഈ അവലായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുത്ത് മാറ്റി വെക്കണം. ഒത്തിരി അങ്ങോട്ട് നൂൽപ്പരുവം അതുപോലെ ഒന്നും ആവണ്ട, കുറച്ചൊന്ന് അതൊന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോണ വരെ അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടിപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കര നീരും തേങ്ങയുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഇനിയൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. ആ തേങ്ങ ആ ശർക്കര നീരുമായിട്ടൊന്ന് ജസ്റ്റ് വേകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് ആ തേങ്ങ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അവലിട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ അവലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നീരായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് പിന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും വെള്ളം പാടില്ല. ആ ശർക്കരയിലെ വെള്ളം എല്ലാം നമുക്ക് ഡ്രൈ ചെയ്ത് തന്നെ എടുക്കണം. നന്നായിട്ട് തന്നെ ഡ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇനിയിപ്പോൾ നമ്മുടെ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് തട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിലേക്ക് വറുത്തിടാനുണ്ട്. നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടിയും പിന്നെ കിസ്മിസ്, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവലിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവൽ വിളയിച്ചതെന്ന് പറയാൻ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, ബൈ.